ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കെമിക്കൽ ഷാമ്പൂവിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ പൗഡർ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഇതേപോലെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉലുവ, അതേപോലെ തന്നെ നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ആര്യവേപ്പില, കറിവേപ്പില, പിന്നെ കുറച്ച് കടലമാവും, അതേപോലെ തന്നെ പിന്നെ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചെറുപയറിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഇതേപോലൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് മാസങ്ങളോളം സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷാമ്പൂ പൗഡറാണ് കേട്ടോ അത്. ഇനി ഒരു പൗഡർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള പൗഡർ ഇതേപോലെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനും അതേപോലെ തന്നെ തിക്കിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ ഷാമ്പൂ പൗഡർ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പച്ചവെള്ളം ആയാലും മതി. അത് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഇത് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം മസാജ് ചെയ്യണമെങ്കിൽ അത് അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഷാമ്പൂ മിക്സ് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഷാമ്പൂ പൗഡർ കൂടിയാണ് കേട്ടോ അത്. സാധാരണ നമ്മുടെ കെമിക്കൽ ഷാമ്പൂ ഉപയോഗിക്കുന്നതിനേക്കാളും ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും മുടിയുടെ വളർച്ച കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും കേട്ടോ. ഇനി എല്ലായിടത്തും ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരമെങ്കിലും വെക്കുക. അതിന് ശേഷം അത് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ. അങ്ങനെ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത്. നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പും മുടിയും ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഷാമ്പൂ പൗഡർ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഇത് നമുക്ക് കേടാവാതെ മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വളരെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയേക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.